നമസ്കാരം. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ശ്രീമദ് ഭാഗവത് ഗീത പാഠ്യപാരായണ യജ്ഞവേദിയിലേക്ക് സ്വാഗതം. ഗീതാമൃതം 2024 ശ്രീമദ് ഭഗവത്ഗീത ഭാഷ്യപാരായണ യജ്ഞാലി തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 2ാം വർഷം 2024 നവംബർ 27, 28, 29, 30 ഡിസംബർ 1 സന്യാസി ശ്രേഷ്ഠന്മാർ, പണ്ഡിതർ, വിവിധ സർവകലാശാലകളെ പ്രതിനിധീകരിക്കുന്നവർ, കലാ, സാംസ്കാരിക, സാമൂഹ്യ, അക്കാദമിക് മേഖലയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ എന്നീ ഇവരുടെ സാന്നിധ്യം. ഇങ്ങനെ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ശ്രീമദ് ഭഗവത്ഗീത പാഠ്യപാരായണ യജ്ഞിനെ ഉദ്ഘാടനം ചെയ്യുന്നത് കാലടി ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ പൂജനീയ സ്വാമി ബ്രഹ്മപരാനന്ദജിയാണ്. പൂജനീയ സ്വാമി ഹംസാനന്ദപുരി, പൂജനീയ സ്വാമി നഹിലാനന്ദ ശിവസ്വരൂപാനന്ദ എന്നിവരുടെ വിശിഷ്ട സാന്നിധ്യം ഈ പരിപാടികൾക്ക് മാറ്റുകൂട്ടുന്നു. ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റ് എന്ന പ്രദീപ് നമ്പൂതിരിപ്പാട് മുഖ്യ രക്ഷാധികാരിയായ ഈ പ്രോഗ്രാം ക്ഷേത്രം രക്ഷാധികാരി കെ പുഷ്പാങ്കരൻ ചെയർമാൻ, ഗുരുവായൂർ മുൻ മേൽശാന്തി ഏഴിക്കോട് സതീശൻ നമ്പൂതിരിപ്പാട് മഹനീയ വ്യക്തികൾ പങ്കെടുക്കുന്ന ഈ വേദിയിൽ സ്വാഗതം പറഞ്ഞത് CC കൃഷ്ണൻ, കോഓർഡിനേറ്റർ. ആമുഖപ്രസംഗം ശ്രീ രാജശേഖരൻ MG. ഈ അനുഭവാത്മകമായ ഭഗവത്ഗീതയ്ക്കുള്ള പ്രാധാന്യം അത് തന്നെയാണ്. ശ്രുതിയുടെ പ്രാധാന്യം കുറച്ച് കാണുന്നതല്ല. ഭഗവത്പാദ ശങ്കരാചാര്യൻ തന്നെ പറഞ്ഞു, സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്നാണ് ഭഗവത്ഗീതയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പം ശ്രുതി അതിലുണ്ട്, യുക്തി അതിലുണ്ടെന്നുള്ളതിന് സംശയമില്ല. ഭഗവത്ഗീത വായിച്ചിട്ടുള്ള ഏത് വ്യക്തിക്കും മനസ്സിലാവും ഇത്രമാത്രം യുക്തിയുക്തമായിട്ട് വിശദീകരിച്ചിട്ടുള്ള മറ്റൊരു ഗ്രന്ഥം നമുക്ക് എളുപ്പത്തിൽ പല ഗ്രന്ഥത്തിലുമുണ്ട്. ബ്രഹ്മസൂത്രത്തിൽ യുക്തിയാണുള്ളത്. പക്ഷെ ബ്രഹ്മസൂത്രം ഒക്കെ വായിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കഷ്ടസാധ്യമാണ്. കേവലം 700 ശ്ലോകങ്ങൾ മാത്രമുള്ള ഭഗവത്ഗീതയുടെ അധ്യയനമാകട്ടെ ഏറ്റവും സുഖരവും യുക്തിയുക്തവും ഏതൊരാളുടെ മുന്നിലും നിഷ്പ്രയാസം സമർത്ഥിക്കാവുന്നതുമായ സകല വേദാർത്ഥ സാര സംഗ്രഹബോധം തന്നെയാണ്. യഥാർത്ഥമായി മനസ്സിലാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അതിന്റെ ആദ്യത്തെ ഭാഷ്യമായ അനവധി പുരാണങ്ങളിലൂടെയും ഈ തത്വങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനെ നമ്മളിൽ എങ്ങനെ യുക്തിയുക്തമായിട്ട് ഉറപ്പിക്കാം എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മൾ ഭഗവത്ഗീതയെങ്കിലും ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് നമുക്ക് യുക്തിയുക്തം ഉപാസീത, നമ്മൾ ഭഗവത്ഗീതയെ നമ്മൾ ഭംഗിയായിട്ട് മനസ്സിലാക്കിയാൽ ഏത് കാര്യത്തെയും, മഹാത്മാഗാന്ധി പറഞ്ഞു, എനിക്ക് ഭഗവത്ഗീത അമ്മയെ പോലെയാണ്. നമസ്കരിച്ചുകൊണ്ട് ആ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയം സുനിശ്ചിതം. ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള ചികിത്സ ലഭിക്കുന്നത് ഭാഷ്യത്തിൻ്റെ പാരായണമാണ് ആരംഭിക്കുന്നത്. അധ്യക്ഷ ഭാഷണത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ വിവേകാനന്ദ സ്വാമികൾ ഇവിടുത്തെ വളരെ ഭംഗിയായി പറയുന്നത് ഗീതയുടെ ഏറ്റവും നല്ല വ്യാഖ്യാനം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ ജീവിതമാണ്. ഗീതയ്ക്കുള്ള ഏറ്റവും മികച്ച വ്യാഖ്യാനം, നമുക്ക് മനസ്സിലാകുന്ന, നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണന്റെ തന്നെ ജീവിതമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ചിലപ്പോൾ നമ്മൾ ആലോചിച്ച രസകരമായിട്ട് തോന്നും. എന്താ, നമ്മൾ വളരെ ഭക്തിയോടെ
ഉല്ലസിച്ച് കണ്ട് ആസ്വദിക്കുന്ന ഭഗവാന്റെ പല ലീലകളുമുണ്ട്. ഇത് വേറെ ആരുടെയെങ്കിലും ജീവിതത്തിലാണ് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നത് എങ്കിലും ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുക. എന്താ പലായനം ചെയ്യുന്നത് അല്ലേ? പിന്നെ എവിടേക്ക് പോയി? ഗോകുലത്തിലേക്ക് പോയി അല്ലേ? അവിടെ ചെന്നു കഴിഞ്ഞു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കൊല്ലാനായിട്ട് എത്രമാത്രം പൂതന തുടങ്ങി അസംഖ്യം അസുരന്മാരുമാണ് അല്ലേ? ഓരോന്നായിട്ട് അതിജീവിക്കുകയാണ് അല്ലേ? പിന്നീട് എന്തൊക്കെയാ ജീവിതം മുഴുവൻ നോക്കിക്കൊള്ളു, സമസ്യകൾ കൊണ്ട് നിറഞ്ഞ ജീവിതം. വേറൊരു മനുഷ്യനായിരുന്നു തകർന്നു പോയത്, പക്ഷെ ഒരു പുഞ്ചിരിയോട് കൂടി. ഇപ്പൊ നമ്മളെല്ലാം പറഞ്ഞ് ആസ്വദിക്കുകയാണ് ഭഗവാൻ ആ ലീലകൾ കൊടുത്ത്. നമ്മൾ നമ്മളത് ആചാരകാരല്ലേ, പക്ഷെ എത്രമാത്രം മനോഹരമായിട്ട് ഓരോന്നിനെയും തരണം ചെയ്ത് പോയി. ഭഗവത്ഗീത ആചാര്യന്മാരെ ആദരിക്കുന്നു. ജനിച്ചത്. ചിന്മയ സ്കൂൾ തുടങ്ങി വിവിധ വിദ്യാലയങ്ങളിൽ അധ്യാപനം നടത്തിയിട്ടുണ്ട്. മഹർഷി മഹേഷ് യോഗിയുടെ ജ്യോതിഷ വിദ്യാപീഠം തിരുവനന്തപുരത്തിൽ പഠിപ്പിച്ചു. 22 വർഷങ്ങളായി സംസ്കൃത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്കൃത ഭാരതിയുടെ വിവിധ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു. സംസ്കൃത ഭാരതിയുടെ ഗീതാ ശിക്ഷണ കേന്ദ്ര പ്രമുഖായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ശ്രീ ശശികുമാർ പിയാർ അവരുടെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഭഗവത്പാദ ഭക്തമണ്ഡലിയും ചേർന്ന് ആദരിക്കുന്നു. വിദേശത്തുമായി നിർമ്മാണ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിച്ചിട്ട് 2018 വിരമിച്ചു. 2022 മുതൽ ചിന്മയ മിഷൻ പഠന ക്ലാസുകളിലൂടെ ഭഗവത്ഗീത, വേദാന്ത ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കാലടി ശാങ്കരൻ ജ്യോതി ആശ്രമം സെക്രട്ടറി, ഇടപ്പള്ളി യോഗക്ഷേമ സഭയുടെ ശ്രീശങ്കര പഠനകേന്ദ്രം സംയോജകൻ, പന്തളം ഉപസഭയുടെ കുട്ടികൾക്കായുള്ള ഗീതാധ്യാന ക്ലാസുകളുടെ ആചാര്യൻ, ഗീതാ പ്രചാരക സമിതി സംയോജകൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. ശ്രീ അജയ് കുമാർ നമ്പൂതിരിയെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഭഗവത്ഗീത ഭക്തമണ്ഡലയും ചേർന്ന് ഈ ഗീതാമൃതം 24 വേദിയിൽ ആദരിക്കുന്നു. കൃതജ്ഞത ക്ഷേത്രം രക്ഷാധികാരി KK പുഷ്പാങ്കദൻ. ഭക്തവാദ മണ്ഡലി എന്ന വാക്ക് ഞങ്ങൾ ക്ഷേത്രം ഭാരവാഹികൾ കേട്ടിട്ടുണ്ട്. ഭഗവത്ഗീത ഭാഷ്യപാരായണത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ ധാരണയൊന്നുമില്ല. ആദ്യം ഈ മീറ്റിംഗിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കാര്യമായി ഞങ്ങളുടെ ഭാരവാഹികൾക്കൊന്നും തന്നെ മനസ്സിലായില്ല. നിരന്തരം തിരുമേനി ഞങ്ങളെ ഫോണിൽ വിളിക്കുകയും വീണ്ടും രാജശേഖര മാഷും അരവിന്ദ് മാഷും ശർമാജിയും എല്ലാം ഞങ്ങൾ കൂടി ഇരുന്ന് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പ്രസക്തി, ഇത് ഉത്തരകാശിയിൽ ആരംഭിച്ചത് ആരാണ്, ഒരു മലയാളിയായ സന്യാസികളാണെന്നും ഇത് ശങ്കരഭാഷ്യമാണെന്നും ഇതിൻ്റെ പ്രാധാന്യം കേരളത്തിൽ എവിടെയൊക്കെ നടന്നു, ആരൊക്കെ നടത്തി, ചിദാനന്ദ സ്വാമികൾ നടത്തിയത്, അതിനുശേഷം ഒരു ക്ഷേത്രം കേന്ദ്രീകരിച്ച് ആദ്യമായി നമ്മളാണ് നടത്താൻ പോകുന്നത് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. ഞങ്ങൾ വായിച്ചതിലേക്ക് എടുത്തു. വളരെ മനോഹരമായ രീതിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഈ കാര്യങ്ങൾ നമ്മുടെ പ്രത്യേകതയുടെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. മനോഹരമായ 4 ദിവസങ്ങൾ ക്ഷേത്രത്തിൽ ഭഗവത്ഗീത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗീതാമൃതം 2024 സ്വാഗത സംഘത്തിനു വേണ്ടി ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റ് ENR പ്രദീപ് നമ്പൂതിരിപ്പാട് മുഖ്യ രക്ഷാധികാരിയും ക്ഷേത്രം രക്ഷാധികാരി KK പുഷ്പാങ്കദൻ ചെയർമാനും
ജനറൽ കൺവീനർ നാരായണ ശർമ്മ MP, ദേവസ്വം മാനേജർ ബി ഇന്ദിര, ചീഫ് കോർഡിനേറ്റർ KR വിജയകുമാർ, കോർഡിനേറ്റർ KR വേണു, CC കൃഷ്ണൻ, B വിജയകുമാർ, അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ്. നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിൽ തൊടുപുഴ ശ്രീകൃഷ്ണ ഭഗവാൻ ക്ഷേത്രത്തിൽ നിന്നും KK വിജയൻ.